നിങ്ങൾക്ക് സമ്പന്നനാവാൻ പറ്റാത്തത് നിങ്ങൾ പണത്തിനെ വൺ ബാസ്ക്കറ്റിൽ കാണുന്നതിനെ കൊണ്ടാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഭയങ്കര കൂടുതലായിരിക്കും, ഓവർ സ്പെൻഡിങ് കൂടുതലായിരിക്കും, ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും മാച്ച് ആവുന്നുണ്ടാവില്ല. ഇതിനെല്ലാം ഉപരി വെൽത്ത് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. പണത്തിനെ നിങ്ങൾ 4 ബാസ്ക്കറ്റ് ഫ്രീഡം ബ്ലൂ പ്രിന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 10x ഫാസ്റ്റർ ആയിട്ട് നിങ്ങളെ വെൽത്ത് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളുടെ ജീവിതവും സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ്, ഒരു 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട്. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി ബേസ്, ഗോൾഡ് ബേസ്, ഗവൺമെന്റ് ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ബ്ലൂ ചിപ്പ് സ്റ്റോക്സിലേക്കൊക്കെ ഉള്ളത് 1 to 3 ഇയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് മോസ്റ്റ്ലി. ബേസിക്കലി ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഗോൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല കാറ്, ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള യാത്രകൾ, വീടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീട് വെക്കാനുള്ള ഡൗൺ പേയ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ രണ്ടാമത്തേൽ വരെ. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 3 to 7 ഇയേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ 7 to 10 ഇയേഴ്സ് ഒക്കെ മാതിരിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഒരു മീഡിയം ലോങ് ടേം ഗോള് അല്ലെങ്കിൽ ലോങ് ടേം ഗോൾസ്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, റിയൽ എസ്റ്റേറ്റ്, സ്റ്റാർട്ടപ്പുകൾ. ഇൻവെസ്റ്റ്മെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള വെൽത്ത് ബിൽഡ് ചെയ്യുക, അതൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഹൈ റിസ്ക് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഫോറക്സും ക്രിപ്റ്റോയും വരെ ചെറിയൊരു പെർസെന്റേജ് ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ആഡ് ചെയ്യാം. നിങ്ങളെ ഗോൾസ് റിട്ടയർമെന്റിനുള്ള നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാവാം, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാവാം. നാലാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ആയിട്ടുള്ളത്. ലൈഫ് സ്റ്റൈൽ ബാസ്ക്കറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. നല്ല ഷോപ്പിംഗ്, ട്രീറ്റുകൾ, യാത്രകൾ, ഇതൊക്കെയാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാസ്ക്കറ്റിന്റെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ഇതിനു വേണ്ടി SWP സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിഡ്രോവൽ പ്ലാൻ ചെയ്യുക എന്നുള്ളത്.